ചിക്കൻ്റെ പല വെറൈറ്റീസ് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ട നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൊണ്ടാണ് എത്തിയിരിക്കുന്നത്. ഒരു വൈറൽ റെസിപ്പി കൂടിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരുന്ന് അങ്ങ് കഴിച്ചു പോയി. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതല്ല, അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ആദ്യമേ തന്നെ 1 കിലോ ചിക്കൻ എടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂൺ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഇനി ഒരു പാനെടുത്ത് അടുപ്പിൽ വെച്ച് അതിലോട്ട് ഞാനിത് 2 സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയെണ്ണ എടുക്കാട്ടോ, മല്ലിപ്പൊടി വെച്ച് ചെയ്തെടുക്കാൻ നിൽക്കണ്ട. അതിലോട്ട് തന്നെ 1 സ്പൂൺ കുരുമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണോളം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പിലൂടെ ഇട്ട് നല്ലോണം ഇത് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഒരു ലോ ഫയറിലിട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇത് പൊടിക്കാൻ പാകത്തിലാക്കി കിട്ടണം കേട്ടോ. മല്ലിയുടെയും മുളകിൻ്റെയും ഒക്കെ സ്മെല്ലൊക്കെ മാറി വരുന്ന സമയത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് പൊടിച്ചെടുക്കരുത് കേട്ടോ, ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇടിക്കലിലാണെങ്കിൽ ഒന്നങ്ങ് ചതച്ചെടുത്താലും മതിയേ. അപ്പോൾ നോക്കിയേ, ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം കടായി എടുത്ത് അടുപ്പിൽ വെക്കുക. അതിലോട്ട് ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ആദ്യമേ തന്നെ കടുകിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ചിക്കൻ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നെ 1 വെളുത്തുള്ളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് 2 പച്ചമുളകാണ്. 2 തണ്ട് കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്നങ്ങ് വാടിക്കിട്ടണം. അപ്പോൾ ഇതുപോലെ ഇളക്കി അതൊക്കെ ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ ഇതിലോട്ട് ചേർക്കുവാണ്. അപ്പോൾ അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് ചിക്കൻ എടുത്തിട്ടുള്ളത് കേട്ടോ. എത്ര കൂടുതൽ വെക്കുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ ചിക്കനൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലോട്ട് തക്കാളി ചേർക്കുന്നില്ല, അതുപോലെ തന്നെ നമ്മൾ ഇതിലോട്ട് വെള്ളവും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ലോ ഫയറിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം ഇതൊന്ന് കഴിയുമ്പോൾ ഇതിൽ തന്നെ വെള്ളം ഇതുപോലെ ഊറി വന്നിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് ഇതിപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് സാധനങ്ങളൂടെ ഇതിൻ്റെ കൂട്ടത്ത് ചേർക്കാനുണ്ട്. ഒരു 2 സ്പൂൺ വറ്റൽമുളക് ചതച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു 1/4 സ്പൂണോളം ഗരം മസാല ചേർത്തു. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന ആ ഒരു പൊടി കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങിട്ട് കൊടുക്കുക. പിന്നെ 2 സവാള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതിലോട്ട് ഇത് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇങ്ങനെ അങ്ങ് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മൂടി വെച്ചിട്ട് ലോ ഫയറിലിട്ട് പിന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതുപോലെ മൂടി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ അല്പസമയം കഴിയുന്ന സമയത്ത് നമ്മുടെ ചിക്കനൊക്കെ വെന്ത് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കളർ നോക്കിയാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ദോശയുടെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനും വേറെ കറിയൊന്നും വേണ്ടട്ടെ, ഇത് മാത്രം മതി. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കരുത്. പിന്നെ കൃഷ്ണ അവ്യൂ എന്നുള്ള നമ്മുടെ ഈ ഒരു പേജ് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ റെസിപ്പി എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാം. നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ ബൈ.